ഒരുപാട് എക്സ്പെക്ടേഷൻസുമായിട്ട് നമ്മളൊരു ഡെഡിക്കേഷൻ റൗണ്ട് കാണാൻ പോവാണ്. അമൃത AM ആണെത്തുന്നത്. ലെറ്റ്സ് വെൽക്കം അമൃത കുട്ടി. അമൃത മോർണിംഗ്. അതെ, ഞാൻ പറയാൻ പോയിരുന്ന തമാശ പറയില്ലേ പ്ലീസ്. ഹലോ ഹായ് അമൃത, സുപ്രഭാതം. ഒരു കയ്യിൽ എന്തോ ഉണ്ടല്ലോ. ഞാൻ ജഡ്ജസിന് കൊടുക്കാൻ വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ആരത്? എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഈ ബെസ്റ്റ് ഫ്രണ്ട്സിൽ ഏതൊരു ഫ്രണ്ടിനല്ലേ കൊടുക്കാൻ വന്നിരിക്കണേ? അതെ, മധുചേട്ടനായിരിക്കും കുറെ നാളെ കാണുന്നുണ്ട്. അല്ല, എനിക്കറിയാം ആർക്കാന്ന്. ആർക്കാ? ക്യാപ്റ്റൻ ആയിരിക്കും. എനിക്കല്ലേ എല്ലാ സമ്മാനം കിട്ടണേ. ഇപ്രാവശ്യം MJ സാറിന് കൊടുക്കാം, പാവം. അത് ഞാൻ പോയിട്ട് പറയാം. ഓക്കെ, ശരി. സ്പെഷ്യൽ ഉണ്ട്. അയ്യോ, ഞാൻ കണ്ടു. വെരി ഗുഡ്, വെരി ഗുഡ്. അയ്യോ, നല്ല രസം. വെരി ബ്യൂട്ടിഫുൾ. കൊള്ളാലോ. ഇങ്ങനെ ഒരു പ്രസന്റ് ആദ്യമായിട്ടാണ്. നമ്മള് മൂന്നുപേരുണ്ട്, അപ്പൊ നമുക്ക് മൂന്നുപേർക്ക് ഷെയർ ചെയ്യാം. ഒരു TV തന്നെ കൊണ്ടുത്തേക്കാം. അതെ, അത് അമൃതക്കുട്ടി ഉണ്ടാക്കിയതാണോ? അമൃതക്കുട്ടി ഉണ്ടാക്കിയ വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. താങ്ക് യു അങ്കിൾ. ഇത് ആരുടെ ഐഡിയ ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കാൻ? സ്വന്തം? ഓ, അത് കൊള്ളാം. എന്ത് രസമാണ്. നല്ല രസം. ഓ, ദാറ്റ് ഈസ് വെരി ക്യൂട്ട് കേട്ടോ. ബ്യൂട്ടിഫുൾ. ഗംഭീരം. ആ ഒരു ചിന്തയുണ്ടല്ലോ ഇങ്ങനെ തരണം എന്നുള്ളത്. അതാണ്, അവിടെയാണ് സ്നേഹിക്കണേ. കറക്റ്റ്. സൂപ്പറാണേ. താങ്ക് യു അങ്കിൾ. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ഇന്ന് കയ്യെത്താ കൊമ്പത്തോ കണ്ണെത്തണം. ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആർക്കാ? അച്ഛന്. അച്ഛൻ. അച്ഛോ, എന്താണ് അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള കാരണം? അമ്മയ്ക്ക് ബെഡ് റെസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോ അച്ഛനാണ് ലഞ്ച് ഇതൊക്കെ പാക്ക് ചെയ്ത് തരുന്നത്. പിന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നത് അച്ഛനാണ്. ബസ്സിന് ഫീസ് കൊടുക്കും, പക്ഷേ ഞാൻ ബസ്സിൽ പോവില്ല. അങ്ങ് അച്ഛൻ്റെ വണ്ടിയിൽ പോവും. കാരണം ഞാൻ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഛർദ്ദിക്കും രാവിലെ. അതുകൊണ്ട് പിന്നെ ഇവിടെ കൊണ്ടുവരുന്നതും അച്ഛനാണ്. അച്ഛൻ അമ്മുമ്മയൊക്കെ വരാന്ന് പറയും, പക്ഷേ അച്ഛൻ ലീവ് എടുത്ത് അച്ഛൻ തന്നെ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ അച്ഛനും ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അച്ഛൻ ബസ്സിന് ഫീസ് കൊടുക്കുന്നു, പക്ഷെ ബസ് കയറൂല. അതുകൊണ്ട് അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡെഡിക്കേഷൻ ആണ്. അമ്മൂമ്മ വരും പറഞ്ഞു, വരുന്നില്ല. അതുകൊണ്ട് അച്ഛന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ കൊള്ളാം. അപ്പൊ അച്ഛൻ എന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം. അങ്ങനെ തന്നെ. ഓക്കെ, ഡീറ്റെയിൽസ്. സിനിമ വിനോദയാത്ര, വർഷം 2007, മ്യൂസിക് ഇളയരാജ സാർ, ലിറിക്സ് ശരത് വയലാർ സാർ, പാടിയത് മഞ്ജരി മാം. ദാസേട്ടനും പാടിയിട്ടുണ്ട്. വേറെ വേർഷൻ അല്ലേ? അതെ, മഞ്ജരിയുടെ വേർഷനാണ് പാടുന്നത് അല്ലേ? അതെ. ഹായ് മഞ്ജരി. ഹായ് മഞ്ജു. ഞാനെപ്പോഴും കാണുമ്പോ മഞ്ചേരി ബാബു എന്നാണ് ഞാൻ വിളിക്കാറുണ്ട് മഞ്ചേരി ബാബു. മഞ്ചേരി ബാബു വെരി എക്സ്ട്രാ. ഭയങ്കര ടാലന്റ് ആണ് അവരൊക്കെ. നമുക്ക് കൊച്ചുകുട്ടികളായതുകൊണ്ട് അങ്ങനെ കണ്ടതുകൊണ്ട് മഞ്ജരി ഇപ്പോൾ എക്സ്ട്രോണറി ടാലന്റ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മഞ്ജരി ലെജൻഡ് ആണെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കെപ്പോഴും മഞ്ജരി കുഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഹായ് മഞ്ജരി. അപ്പോൾ പാടിക്കോ. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
വെരി നൈസ് സൂപ്പർ. അമൃത, സുപ്രഭാതം. എന്തോ അമൃത കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക് 97.25 ഔട്ട് ഓഫ് 100. താങ്ക് യു അങ്കിൾ. ഓക്കെ ചക്കരെ, ഓൾ ദി ബെസ്റ്റ്. ബൈ. ബൈ. ടാറ്റാ. ടാറ്റാ.